അല്ല, ഞാൻ രാഹുൽ ഈശ്വറിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വല്ലാതെ എന്തെങ്കിലും സ്ട്രെസ് റിലീഫിനൊക്കെ വേണ്ടിയിട്ടാണ് കാണാറുള്ളത്. ഇപ്പോൾ അത് കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് വലിയ സ്ട്രെസ്സൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ കുറിച്ച് വിക്കിക്കകത്തൊക്കെ തിരഞ്ഞു കഴിഞ്ഞാൽ ഫിലോസഫർ എന്നാണ്. എല്ലാം ഫിലോസഫി. അതുകൊണ്ട് ഞാൻ എന്നെ വിമൽകുമാർ എന്ന് വിളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഏതെങ്കിലും ഒരു MLA, ഏതെങ്കിലും ഒരു MP, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ, അറിയപ്പെടുന്ന നേതാക്കന്മാർ ആരെങ്കിലും ഒരാളൊന്നും ജയിലിൽ സന്ദർശിക്കാൻ പോലും പോയിട്ടില്ല ഈ നിമിഷം വരെ. ബാക്കി തടവുകാരും കൂടി ഉപവാസത്തിലാണെന്ന് ഇപ്പോൾ കേൾക്കുന്നത്. ഇവനെ റിലീസ് ചെയ്യണമെന്ന്, ഇവനെ ജാമ്യം അനുവദിക്കുന്നിടം വരെ അവരും ഇനി ഉപവാസത്തിന് ഇരിക്കാൻ പോകുക. കാരണം ഈ മുതലിനെ സഹിക്കാൻ വലിയ പാടാന്നേ. അവനെ ശരിക്ക് സബ് ജയിലിൽ ഇടുന്നതിന് പകരം കുപ്പത്തൊട്ടി കൊണ്ട് ഇടുകയാണ് വേണ്ടതെന്നുള്ള അഭിപ്രായമാണ് എനിക്ക് കാര്യത്തിൽ പറയാനുള്ളത്. രാജമേ നമസ്കാരം. നമസ്കാരം. ഹിറ്റ്ലർ സിനിമയ്ക്കകത്ത് ജഗദീഷ് മുഖത്ത് പൗഡറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഹിറ്റ്ലറെ കാണുന്ന സമയത്ത് ഇങ്ങനെ ആ പെമ്പിള്ളേരെ ഇങ്ങനെ ആംഗ്യം കാണിക്കുന്ന ഒരു രംഗമുണ്ട്. പിന്നെ 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 എന്ന് പറയുന്നുണ്ട്. സമാനമായ രീതിയിലാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ രാഹുൽ ഈശ്വറിനെ ആശുപത്രിയിലേക്ക് വിടുന്നത്. 2 ദിവസത്തെ പോലീസ് കസ്റ്റഡി വിടുന്ന സമയത്ത്, ആശുപത്രിയിൽ വിടുന്ന സമയത്ത് അദ്ദേഹം ഒരു ആംഗ്യം കാണിച്ചിരുന്നു. കണ്ടായിരുന്നോ? അല്ല, ഞാൻ രാഹുൽ ഈശ്വറിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വല്ലാതെ എന്തെങ്കിലും സ്ട്രെസ് റിലീഫിനൊക്കെ വേണ്ടിയിട്ടാണ് കാണാറുള്ളത്. ഇപ്പോൾ അത് കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് വലിയ സ്ട്രെസ്സൊന്നുമില്ല, വളരെ ഫ്രീ ആണ്. അപ്പോൾ അതുകൊണ്ട് പൊതുവെ അത്തരം വിനോദ പരിപാടികൾ പരമാവധി ഒഴിവാക്കാറാണ്. എന്നാൽ ചിലപ്പോൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ സ്പീഡിലൊക്കെ വന്ന് കയറും. ഇപ്പം ഒന്ന് രസത്തിനെടുത്ത് നോക്കാറുണ്ട്. പറയാൻ വരുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കുറിച്ച് വിക്കിക്കകത്തൊക്കെ തിരഞ്ഞു കഴിഞ്ഞാൽ ഫിലോസഫർ എന്നാണ്. എല്ലാം ഫിലോസഫി. അതുകൊണ്ട് ഞാൻ എന്നെ വിമൽകുമാർ എന്ന് വിളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. സിബിക്ക് സിബിയുടേതായ ഒരു ഐഡിയോളജി ഉണ്ട്, എനിക്ക് എൻ്റേതായിട്ടുള്ള ഐഡിയോളജി ഉണ്ട്. രാഹുൽ ഈശ്വറിന് സ്വന്തമായിട്ടൊരു ഐഡിയോളജി ഉണ്ടാവുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല. കാർൾ മാർക്സിൻ്റെ മാർക്സിസവും ഒക്കെ പോലെ തന്നെ, അല്ലെങ്കിൽ ഗാന്ധിസം പോലെ ഒക്കെ, അതേപോലെ തന്നെയാണ് നാസിസവും, അതേപോലെ തന്നെയാണ് ഫാസിസം, ഒക്കിസങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു രാഹുൽ ഈശ്വരനിസം ഉണ്ടാവുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈശ്വരൻ എന്ന പേര് അദ്ദേഹത്തിന് ഇട്ടത് ഈശ്വരനെ അപമാനിക്കലാണെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. അപ്പോൾ ആ ഈശ്വര ശാപമായിരിക്കും എപ്പോഴത്തെ അറസ്റ്റ്? അതെന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തായിരുന്നാലും ദൈവത്തെ സംരക്ഷിക്കാൻ നടന്നവനാണ്. പല വേഷം നടത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഫാൻസി ഡ്രസ് മത്സരത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് 1ാം സ്ഥാനം കിട്ടും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണം. ഭൂലോകം മണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലാപ്ടോപ്പ് പൊളിപ്പിക്കാൻ പോവുകയാണേ. അവർ കണ്ടിട്ടില്ല, ഞാൻ ഒളിപ്പിക്കാൻ പോവുക ലൈവില്. ഈ വർഷത്തെ ഏറ്റവും വലിയ കോമഡി ആയിട്ട് മാറുന്നതാണ്. അത് വർഷാവസാനത്തെ ഏറ്റവും വലിയ ഇവനെ സംഭവം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു AI സംവിധാനവും PR സംവിധാനവും എല്ലാം കൂടെ വെച്ചിട്ട് ലൈക്ക് അടിച്ചങ്ങ് കയറ്റിയപ്പം ഇപ്പം കരുതി എനിക്ക് ഇത്രയും ഫാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ വരിയായിട്ട് നിന്ന് അങ്ങ് ചെല്ലുമെന്നാണ് കരുതിയത്. ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കില്ല എന്നുള്ള ആ പാവം പെങ്കൊച്ച് ദീപ, അവൻ്റെ ഭാര്യ ദീപ. കാരണം പക്ഷേ അവള് ചെന്ന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ വരെ അവളാണ് പോയത്. കാരണം വേറൊരു മനുഷ്യൻ, ഏതെങ്കിലും ഒരു MLA, ഏതെങ്കിലും ഒരു MP, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ, അറിയപ്പെടുന്ന നേതാക്കന്മാർ ആരെങ്കിലും ഒരാളൊന്നും ജയിലിൽ സന്ദർശിക്കാൻ പോലും പോയിട്ടില്ല ഈ നിമിഷം വരെ. ആലോചിച്ച് നോക്ക്. വിസിറ്റേഴ്സിന് അലൗഡാണല്ലോ, ആരും പോയിട്ടില്ല. മാധ്യമരംഗത്തുള്ള ആരെങ്കിലും പോയോ? ആരും പോയില്ല. പക്ഷേ മാധ്യമരംഗത്ത് ഒരു ദാരിദ്ര്യമുണ്ട്. കാരണം ഇവൻ്റെ പൊട്ടത്തരം കേൾക്കാൻ വേണ്ടി ചർച്ച കാണാതിരുന്നവരിപ്പോൾ ചർച്ചയ്ക്ക് കാണാൻ നിൽക്കുന്നില്ല. ഇപ്പോൾ അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും കോമഡി പ്രോഗ്രാം കാണാൻ പോവുക. ഈ ന്യൂസ് അവറിൽ എന്ന് പറഞ്ഞ പരിപാടി കാണുന്നതിനകത്ത് കുറേ പേര് കോമഡി പ്രോഗ്രാമായിട്ട് ഇവൻ്റെ ചർച്ച കാണാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. ഒരു മിനിറ്റ് എന്ന് പറയാം. 1 മിനിറ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ ഉയർത്തി കാണിക്കുമ്പോൾ കരുതുന്നതോ ആഗോള കാര്യം പറയാനാണെന്ന്. ആശുപത്രിയിലെ ട്രോള് തന്നെയായിരുന്നു. രണ്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല, ജ്യൂസ് കൊണ്ടേ കൊടുത്തിട്ട് കുടിച്ചിട്ടില്ല, ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞിരുന്നെന്ന് പറഞ്ഞത്. ഇതിനകത്തുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരങ്ങ് ഞാൻ വലിയ സോഷ്യൽ ആക്ടിവിസ്റ്റായിട്ട് സ്വീകാര്യതയുണ്ടെന്നും കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ തെരുവിലിറങ്ങുന്നു, പ്രത്യേകിച്ച് മെൻസ് കമ്മീഷൻ ഉണ്ടാക്കണം, പുരുഷന്മാർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഞാനേ ഉള്ളൂ, അപ്പം ഞാൻ പുരുഷന്മാർക്ക് വേണ്ടി ശബ്ദിക്കുകയാണ്, അപ്പം കേരളത്തിലെ പുരുഷന്മാരൊന്നാകെ എൻ്റെ പുറകെ അങ്ങ് അണിനിരക്കും എന്നൊക്കെയുള്ള എന്തോ ഒരു മൂഢസ്വർഗത്തിലിരുന്ന ഒരു വ്യക്തി എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. അതിന് വിവരമില്ലെന്നോ സെൻസ് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്തായിരുന്നാലും ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ബാക്കി തടവുകാരും കൂടി ഉപവാസത്തിലാണെന്ന് ഇപ്പോൾ കേൾക്കുന്നത്. കാരണം ഇവനെ റിലീസ് ചെയ്യണമെന്ന്, ഇവനെ ജാമ്യം അനുവദിക്കുന്നിടം വരെ അവരും ഇനി ഉപവാസത്തിന് ഇരിക്കാൻ പോകുക. കാരണം ഈ മുതലിനെ സഹിക്കാൻ വലിയ പാടാന്നേ. സെല്ലിലുള്ളവർ ഫുൾ ടൈം സഹിക്കണം. പിന്നെ ഈ കുളിക്കാനും ടോയ്ലറ്റ് പോകാനൊക്കെ ആയിട്ട് പുറത്തോട്ട് വിടുന്ന നേരം ഉണ്ടല്ലോ, അപ്പോൾ എല്ലാ സെല്ലും ഉള്ളവരെ ഒരുമിച്ച് വിടും. അവർക്ക് തുണി അലക്കാനും ഒക്കെ ആയിട്ട് 2-3 സെല്ലുള്ളവരെ ഒരുമിച്ച് വിടും. ആ സമയത്ത് അവരും സഹിക്കണ്ടേ. കാരണം ഇവന് മിണ്ടായിരിക്കാൻ പറ്റത്തില്ല, നാക്കടക്കിരിക്കാൻ പറ്റത്തില്ല, അങ്ങനെ സ്വഭാവമുണ്ട്. രാഹുൽ ഈശ്വറിനെ സഹിക്കുക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്ക്. ഈ ചാനലിൽ കൂടെ കാണുന്ന നമുക്ക് സഹിക്കാൻ പറ്റാതിരിക്കുമ്പം അവരടുത്തിരുന്നിട്ട് അവൻ്റെ കൂടെ ഒരു റൂമിനകത്ത്, ഒരു സെല്ലിനകത്ത് ഷെയർ ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ ആലോചിച്ച് നോക്കും. അവർ ഉപവാസം ഇരിക്കുന്നുണ്ടെന്നാണ് ഞാൻ ഊഹിക്കുന്നത്. അല്ലാതെ നമ്മൾ അറിഞ്ഞിട്ടൊന്നുമില്ല, കാണാൻ ആരും പോയിട്ടുമില്ല. ദീപയല്ലാതെ ആരും കാണാൻ പോയതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ 1-2 സെലിബ്രിറ്റി വാണങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അത് പിന്നെന്ന് വെച്ചാൽ അത് വിറ്റ് പൈസ ഉണ്ടാക്കാൻ പോയെന്നും പറഞ്ഞിട്ട്. കാരണം അവരെ അത്രയേ ഉള്ളൂ. മാക്സിമം ആക്സസ് രാഹുൽ ഈശ്വറിൻ്റെ അടുത്തേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഹെഡ് മാഷക്ക് പോകുമായിരുന്നു. ഹെഡ് മാഷക്ക് സംഭവം താടിയും മീശയും ഒക്കെ ഉള്ള
പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനോടൊക്കെയുള്ളൊരു വാത്സല്യ കൂടുതലിനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ വാത്സല്യം പക്ഷേ താടി മീശയൊന്നും ഇല്ലാത്തവരോട് കുറച്ചുകൂടെ കൂടുതലാണ് എന്നാണ് പലരും പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അതൊരു മാഷന്മാർക്ക് അങ്ങനെ കുട്ടികളോട് പ്രത്യേക വാത്സല്യവും സ്നേഹവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ വേറെ അർത്ഥത്തിൽ പറഞ്ഞതല്ല, ഇനി ദ്വയാർത്ഥമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആരും വ്യാഖ്യാനിക്കാൻ നിൽക്കേണ്ട. പക്ഷേ അത്രയും സ്നേഹവും വാത്സല്യവും രാഹുൽ ഈശ്വറിനോട് ഹെഡ് മാഷൊക്കെ ഉള്ളതിൻ്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഈശ്വർ ഈ വിഷയത്തിൽ സജീവമായിട്ട് ഇടപെട്ടതും നിരന്തരമായി വീഡിയോകൾ ചെയ്തതും. എടീ കള്ളി റിനി, നിന്നെ ഞാൻ വെല്ലുവിളിക്കുക, 10-25 വയസ്സുള്ള പെങ്കൊച്ച് ഈവൻ ഈ 10-35 വയസ്സുള്ള ഈ പോത്തിരുന്നിട്ട് വെല്ലുവിളിക്കുക. എന്നിട്ടാണ് ഇവൻ മെൻസ് അസോസിയേഷൻ ഉണ്ടാക്കാൻ നിൽക്കുന്നത്, മെൻസ് കമ്മീഷൻ ഉണ്ടാക്കാൻ നിൽക്കുന്നത്. അവൻ്റെ റൂമിലിരുന്ന് അവൻ്റെ ഫ്ലാറ്റിലിരുന്ന് തിരുവനന്തപുരത്ത് ഇരുന്നിട്ട് ഇവൻ വെല്ലുവിളിക്കുക. അതായത് ഞാൻ ഇതിനു മുമ്പ് ഈ പോലീസ് അവിടെ റെയ്ഡിന് ചെല്ലുന്ന സമയത്ത് ഇവൻ തന്നെ ലൈവ് കാണിച്ചിരുന്നല്ലോ. ഈ ലൈവ് കാണിച്ചിരിക്കുന്ന സമയത്ത് ഈ രാഹുൽ ഈശ്വറിന്റെ സ്റ്റുഡിയോ കാണിച്ചിരുന്നു. ഈ സ്റ്റുഡിയോ ഞാൻ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളത് ആറാട്ടണ്ണൻ ലൈവ് ഇട്ട സമയത്ത്. ആറാട്ടണ്ണന്റെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു ഗ്രീൻ റൂം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ കാണുന്നത് ഇപ്പൊ രാഹുലിന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്ന സമയത്ത് രാഹുൽ ലൈവ് ഇട്ട സമയത്താണ്. അല്ല, ആറാട്ടണ്ണനെ കൊണ്ട് സാമൂഹ്യ ശല്യം ഇല്ലല്ലോ. ആറാട്ടണ്ണനെ കൊണ്ട് ഇവനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും സ്റ്റാൻഡിൽ ഉറച്ചു നിന്നവരെ നമ്മൾ കേട്ടിട്ടുണ്ടോ? ആലോചിച്ച് നോക്ക്. പിന്നെ ആർഷഭാരത സംസ്കാരത്തിന്റെ വലിയ മഹാവക്താവായിട്ട് വന്നതാ. മലയാളി ഹൗസിൽ പോയിട്ട് 2013 കാട്ടിക്കൂട്ടിയത് മുഴുവൻ കേരളം മുഴുവൻ കണ്ടതാ എന്തൊക്കെയാണെന്നുള്ളത്. അന്ന് അറിയത്തില്ലല്ലോ. ഇപ്പം പോകുന്നവരെല്ലാം വളരെ വിജിലൻ്റ്, അവർക്കറിയാം ക്യാമറ ഇങ്ങനെയാണെന്നുള്ളത്. ബിഗ് ബോസിലൊക്കെ പോകുമ്പോൾ ഇപ്പം അതുകൊണ്ടാണ് പലർക്കും അബദ്ധങ്ങൾ പറ്റാത്തത്. മറ്റേന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഇതിൻ്റെ തുടക്കത്തിൽ ഇതിൻ്റെ സംഭവം അറിയത്തില്ല. ഇപ്പം താഴ്മൺ കുടുംബത്തിലെ കണ്ടര് മഹേശ്വരൻ്റെ എന്തോ ചെറുമകനോ അങ്ങനെയും കണ്ടാണ്. അപ്പോൾ ഈ കണ്ടര് മോഹനര് പണ്ടേതോ ഫ്ലാറ്റിൽ നിന്ന് പിടിച്ചു, ശോഭാ ജോണിൻ്റെ കൂടെ പിടിച്ച് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ്, കണ്ടൊരു മോഹനരുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ ആദ്യമായിട്ട് രാഹുൽ ഈശ്വർ പ്രത്യക്ഷപ്പെടുന്നത്. പിന്നീടാണ് രാഹുൽ ഈശ്വർ തീവ്ര ഹിന്ദുത്വവാദിയായിട്ടാണ് അറിയപ്പെടുന്നത്. രാഹുൽ ഈശ്വറിൻ്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ അദ്ദേഹം BBC-യിലും അതേപോലെ തന്നെ ബാക്കിയുള്ള അതായത് ഇന്റർനാഷണൽ മീഡിയ മുഴുവൻ ആകെ ട്രൈ ആയിട്ട് കിടക്കുക എന്ന് പറഞ്ഞത് അന്നും പറയുന്നുണ്ട്. വെല്ലുവിളിക്കുന്നത് അന്ന് പറയുന്നുണ്ട്. പോലീസ് വിളിക്കുമ്പോൾ സാറേ എനിക്ക് 7 മണിക്ക് ചർച്ചയുള്ളത്, അപ്പോൾ അതിന് മുമ്പ് വിടണം, എനിക്ക് 7 മണി, കാരണം 7 മണിക്കത്തെ ചർച്ചയ്ക്ക് ഇവനില്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. ചാനലുകാരതായും പറഞ്ഞ റേറ്റിംഗ് മൊത്തം കുറഞ്ഞിരിക്കുക ഇപ്പം ഇവനില്ലാത്തതുകൊണ്ട്. ഇവൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ +2 വരെയാണ് ആകെ പഠിച്ചിട്ടുള്ളത്. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം അത് മോശമാണ് എന്ന അഭിപ്രായം എനിക്കില്ല. 4ാം ക്ലാസ് വരെ മാത്രം പഠിച്ച VS അച്യുതാനന്ദനും മെട്രിക്കുലേഷൻ പൂർത്തിയാവാത്ത K കരുണാകരനും പിന്നെ ഇവരെല്ലാം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരായിട്ടുണ്ട്. അതിലൊന്നും യാതൊരു കുഴപ്പവും കാണാത്ത ഒരാളാണ് ഞാൻ. പിന്നെ 1ാം ക്ലാസ് വരെ പോലും പഠിച്ചിട്ടില്ലാത്ത, സ്കൂളിലെ പോയിട്ടില്ലാത്ത എത്രയോ മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ അവർ മനുഷ്യരാണ്. ആ രീതിയിലുള്ള ഒരു മനുഷ്യത്വം ഉള്ള ഒരു സമീപനമല്ല. എപ്പോഴും ഏത് രീതിയിലും ഓന്തിനെ തോൽപ്പിക്കുന്ന രീതിയിൽ, കാരണം ഓന്തിനെ പോലെ നിറം മാറുക എന്ന് പറഞ്ഞാൽ ഓന്തുകൾ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യും. അങ്ങനത്തെ ഒരു സാധനമാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് പിന്നെ അവർ ഓഫർ ചെയ്യുന്ന ഒരു 6 വീക്സ് തൊട്ട് 8 വീക്സ് വരെ, മാക്സിമം 2 months കോഴ്സ്. അത് ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സുമാണ്. അത് ചെയ്യുക. സിബി ഇവിടെ ഡോക്ടറേറ്റ് മേടിക്കാൻ കിട്ടുന്ന കാലമോ 30,000 രൂപ മുടക്കിയാൽ ഡോക്ടറേറ്റ് തമിഴ്നാട്ടിൽ നിന്നും കിട്ടും, ശ്രീലങ്കയിൽ നിന്നും കിട്ടും. ഇനിയിപ്പോൾ വിദേശത്ത് നിന്നാണെങ്കിൽ ശ്രീലങ്കയിൽ നിന്ന് കിട്ടും. അതൊരു 1-2 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞാൽ US നിന്നോ ബാക്കിയുള്ള എവിടെ നിന്നെങ്കിലുമൊക്കെ ഡോക്ടറേറ്റ് കിട്ടും. ഡോക്ടർ രാജൻ ജോസഫ് കിഴിച്ച് എന്ന് പറഞ്ഞിട്ട് വെക്കാം. പിന്നെ ഇവൻ അഹമ്മദാബാദിൽ നിന്ന് ലീഡേഴ്സ് പ്രോഗ്രാമിൻ്റെ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് രണ്ടും അക്കാദമിക് ബിരുദങ്ങളല്ല എന്ന് തന്നെ വിക്കിപീഡിയയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. വിക്കിപീഡിയ പറഞ്ഞതെല്ലാം ശരിയാണോ അല്ലയോ എന്നുള്ളതൊക്കെ വേറെ കാര്യങ്ങൾ. പക്ഷെ എന്തായാലും അക്കാദമിക് ബിരുദങ്ങളല്ല അങ്ങനെയുള്ളത്, അങ്ങനെ ഔദ്യോഗികമായിട്ട് അങ്ങനെയൊന്നും അവന് പറഞ്ഞിട്ടുമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ്റെ ഫ്ലാഗ് അംബാസഡറായി ഇവനെ തിരഞ്ഞെടുത്തു. അതാണ് ഈ തോളയിൽ ഈ ഫ്ലാഗ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫൗണ്ടേഷൻ നമുക്ക് ഉണ്ടാക്കാമെന്നേ. പിന്നെ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള കമ്മീഷൻ ഉണ്ടാക്കാൻ നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവൻ ഇപ്പോൾ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, ആദ്യം ഈ കാവ്യ മാധവൻ്റെ മുൻ ഭർത്താവ് നിഷാൽ ചന്ദ്രയുടെ അമ്മയുമായിട്ടുള്ള ഒരു സംഭാഷണം വൈറലായ ഫോൺ സംഭാഷണം വൈറലായ സമയത്ത് അന്ന് ഇവൻ പറഞ്ഞ വർത്തമാനം, കാവ്യ മാധവൻ മറ്റു നടിമാരെ പോലെ ക്യാമറയ്ക്ക് മുമ്പിലല്ല ക്യാമറയ്ക്ക് പിന്നിലാണ് വസ്ത്രം അടിക്കുന്നതെന്ന് പറഞ്ഞ സ്ത്രീവിരുദ്ധമായ പരാമർശം നടത്തിയവനാണ് അന്ന് കാവ്യ മാധവനെതിരെ പറഞ്ഞു. പക്ഷേ പിന്നീട് നടി ആക്രമിക്കപ്പെട്ട കേസ് എത്തിയപ്പോഴത്തേക്ക് കാരണം പറഞ്ഞ് ദിലീപിൻ്റെ വക്കീലായിട്ട് ചർച്ചകളിൽ പങ്കെടുക്കാൻ തുടങ്ങി. പിതൃശൂന്യമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളാണ് എന്നുള്ളതാണ് ഇതിനകത്തുള്ളൊരു വിഷയം. പിന്നെ രണ്ടാമത്തെ മറ്റേ ഗെയിൽ ട്രെഡ്വെൽ എന്ന് പറയുന്ന വിദേശിയായിട്ടുള്ള യുവതി മറ്റേ അമൃതാനന്ദമയി പിന്നെ ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവൻ വളരെ പിന്തിരിപ്പൻ നിലപാടാണ് സ്വീകരിച്ച്. അന്ന് അവൻ അവർക്ക് എതിരെ പിന്നെ പറയുന്നു. മാത്രമല്ല 2007 രാജാ രവിവർമ്മ അവാർഡ് പുരസ്കാരം പിന്നെ സംസ്ഥാന സർക്കാർ MF ഹുസൈൻ വിശ്വവിഖ്യാതനായ ചിത്രകാരൻ MF ഹുസൈൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പം, അപ്പോൾ സരസ്വതി ദേവിയുടെ നഗ്നചിത്രം വരച്ചതിനകത്ത് എനിക്ക് എതിർപ്പുണ്ട് MF ഹുസൈനോട്. പക്ഷേ ഇവൻ ഇപ്പോൾ അവരെ ന്യായീകരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവൻ അന്നെടുത്തത് അതിനെതിരെ വലിയ പ്രചരണം ആരംഭിച്ചു. അതിൻ്റെ ക്യാമ്പയിനറായിട്ട് മാറി. ഭയങ്കര ഹെയ്റ്റ് ക്യാമ്പയിൻ.
MF ഹുസൈനെതിരെ. അദ്ദേഹത്തിൻ്റെ ചിത്രരചനാശേഷിയെ നമ്മൾ അംഗീകരിക്കണം. അദ്ദേഹത്തിന് നഗ്നചിത്രം വരയ്ക്കുന്നതിൽ വലിയ ഇഷ്ടമായിരുന്നു. പിന്നീട് ഇവൻ്റെ പിന്തിരിപ്പൻ നിലപാട് അടുത്തത്, കാരണം ഇതൊക്കെ തീവ്ര ഹിന്ദുത്വ നിലപാടായിരുന്നു. ശബരിമലയിൽ മലയാരയ പട്ടികവർഗ വിഭാഗക്കാർക്ക് മകരവിളക്ക് കൊളുത്താൻ അനുവാദം നൽകുന്നതിനെതിരെ. അപ്പോൾ അവൻ്റെ ജാതി ബോധം കൊടുത്തി, സവർണ ബോധമാണ് അവനെ നയിക്കുന്നത്. മലയാരയിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ അവിടെ വിളക്ക് കൊളുത്താൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞിട്ട് പ്രക്ഷോഭം നടത്തിയതിൻ്റെ പ്രക്ഷോഭത്തിന് മുമ്പിൽ നിന്നവൻ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇവൻ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ, ബീഫ് ഫെസ്റ്റിവൽ, ഗോമാംസ നിരോധനത്തിനെതിരെ നടത്തിയിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ ഗോമാംസം അല്ല ഉപയോഗിക്കുന്നത് പലപ്പോഴും, അവിടെ അപ്പം ബീഫ് ഫെസ്റ്റിവലിനെതിരെ ഇവൻ ശക്തമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതിനുവേണ്ടി വരികയും അവസാനം അവൻ കേരളത്തിന് പുറത്തുള്ള മിലാദി ഷെരീഫ് മെമ്മോറിയൽ കോളേജിലെ ചെന്ന സമയത്ത് ബീഫ് ഫെസ്റ്റിവലിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് ഇവനവിടെ ചെന്ന സമയത്ത് അവിടുത്തെ കുട്ടികൾ ഇവൻ്റെ കാറ് വരെ ആക്രമിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് ഇവൻ വരുന്നത് ഹാദിയ കേസിലാണ്. ഹാദിയ കേസിനകത്ത് ഇവൻ പോയിട്ട് ആ പാവപ്പനെയും അമ്മയും ഒക്കെ സോപ്പിട്ടുമാരെ സംഭവമൊക്കെ സംസാരിച്ചിട്ട് ഇവൻ വേറെ നാരേഷൻ പുറത്തു കൊടുത്തു. ഡബിൾ ഗെയിം കളിക്കുക. അതായത് ഒരു വിശ്വാസ്യത്തെയും ക്രെഡിബിലിറ്റി ഇല്ലാത്തൊരു മനുഷ്യനാണ്. അതേപോലെ തന്നെ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട ആളാണ്, അതും കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിനെതിരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നവോത്ഥാന നായകനായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. ഇതിന് ഇങ്ങനെയുള്ള എല്ലാം കൂടെ എടുത്ത അതേ ആൾ തന്നെയാണ് പിന്നീട് മാറ്റം വരുന്നത്. പിന്നീട് എന്ന് വെച്ചാൽ, അതായത് തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ നിരന്തരമായി സ്വീകരിച്ചിട്ടും BJP മൈൻഡ് ചെയ്യുന്നില്ല, BJP അക്കോമഡേറ്റ് ചെയ്യുന്നില്ല. മാത്രമല്ല, ദില്ലിയിൽ ഇവിടെ നിന്നുള്ള BJP നേതാവിൻ്റെ സഹായത്തോടു കൂടി പോയിട്ട് അവിടെ ഒരു ബർത്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയപ്പം അതിൻ്റെ അവസ്ഥ RSS എന്ന് പറഞ്ഞാൽ അതിനെപ്പോലുള്ള ആൾക്കാർ നമ്പാൻ കൊള്ളത്തില്ല, വേണ്ട എന്നുള്ളത്. കാരണം അവരിപ്പം ഈ സവർണ മനോഭാവം വെച്ച് പുലർത്തുന്ന ആളുകളെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. ആലോചിച്ച് നോക്ക്, ഇപ്പോൾ ദ്രൗപദി മുർമുവിനെ പോലെയുള്ള ഒരു പട്ടികവർഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ പിടിച്ച് ഇന്ത്യയുടെ രാഷ്ട്രപതിയാക്കി. അവർക്ക് ആകെ ഉണ്ടായിട്ടുള്ള രാഷ്ട്രപതിമാർ ആലോചിച്ച് നോക്കണം. രാംനാഥ് കോവിന്ദും ദളിത് വിഭാഗത്തിൽ നിന്നാണ്. അതിനു മുമ്പ് വന്നത് APJ അബ്ദുൽ കലാം, മുസ്ലിമാണ്. 3 രാഷ്ട്രപതിമാരെ തിരഞ്ഞെടുത്തപ്പോൾ 3 പേരെയും തിരഞ്ഞെടുത്ത രീതി ആലോചിക്കണം. അപ്പം അങ്ങനെയുള്ള രീതിയിൽ അവർ വരുമ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈ പഴയ ജാതി സമ്പ്രദായത്തിലേക്ക് തിരിഞ്ഞു പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അവർ ബർത്ത് കൊടുക്കാതെ വന്നപ്പോൾ ഇവർ റാഡിക്കൽ ഇസ്ലാം ഗ്രൂപ്പുകളുടെ മുഖമായിട്ട് മാറി, മൗദൂദികളുടെ പെറ്റായിട്ട് മാറി. അവർ കൊണ്ടു കിടക്കുക, അവരെയും പൊട്ടന്മാരാക്കും. കുറച്ച് കഴിയുമ്പം CPM-കാരും കോൺഗ്രസ്സുകാരും അടുപ്പിക്കത്തില്ല. കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് കാണാൻ പോയോ? ഇവരിവിടെ കിടന്ന് കുറച്ചിട്ട് എന്ത് കാര്യം ഉണ്ടായത്? ഇവരുടെ വീഡിയോകളാണ് ഈ പെൺകുട്ടികളെ ഇത്രയും പ്രകോപിപ്പിച്ചിട്ടുള്ളത്. ഇത്തരം ദയനീയമായി പോകും രാഹുൽ ഈശ്വറിന്റെ അവസ്ഥ എന്ന് വേറെ ആരും ചിന്തിച്ചിട്ടില്ല. അത് മാത്രമല്ല, രാഹുൽ മാങ്കുട്ടത്തിലിനെ ഇത്ര കൊണ്ടേ ട്രബിളിലാക്കി തോന്നുന്ന അവൻ്റെ ഷോ ഓഫും, രണ്ടാമത് ഇവൻ്റെ പട്ടി ഷോയും, അതാണ് സത്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പം എന്തായിരുന്നാലും പറയാനുള്ളത്, ഇവരുടെ എടുക്കാച്ചരക്കാണെന്നുള്ളത് ഇപ്പോൾ അവനെങ്കിലും ബോധ്യമായി കാണുമെന്ന് കരുതുന്നു. കാരണം എന്ന് വെച്ചാൽ ആർക്കും വേണ്ടാത്തൊരു സാധനം സ്ക്രാപ്പ് യാർഡിൽ കൊണ്ടേ ഇടേണ്ട സാധനം, അതിനെ ജയിലിലല്ല ഇടണ്ടേ, സ്ക്രാപ്പ് യാർഡിൽ കൊണ്ടേ ഇടണം. സ്ക്രാപ്പ് യാർഡിലും ചിലപ്പോൾ ചില സാധനങ്ങൾ സ്ക്രാപ്പ് വീട്ടിൽ പഴയത് കൊടുക്കാൻ വരുന്ന ആൾക്കാർ അതെടുക്കത്തില്ല എന്ന് പറയും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില സാധനങ്ങൾ വെറുതെ കൊടുക്കാന്ന് പറഞ്ഞാൽ ഇതിന് പൈസ വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒഴിവാക്കി കിട്ടിയാൽ മതി, അതെടുക്കത്തില്ലെന്ന് പറയും. മറ്റേതൊക്കെ തൂക്കിയിട്ട് ഒരു പൈസയും പണി തരും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെയുള്ള സാധനമാണ്, നാഷണൽ വേസ്റ്റാണ്. അതുകൊണ്ടാണ് പണ്ട് ശബരിമല സമരകാലത്ത് അവനെ വേസ്റ്റ് കൊണ്ടുപോകുന്ന ട്രാക്ടറിൽ ടാർപോളിയും പൊതിഞ്ഞിട്ടാണ് ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. അതുതന്നെയാണ് അവന് പറ്റിയ സ്ഥലം. അവനെ ശരിക്ക് സബ് ജയിലിൽ ഇടുന്നതിന് പകരം കുപ്പത്തൊട്ടി കൊണ്ട് ഇടുകയാണ് വേണ്ടതെന്നുള്ള അഭിപ്രായമാണ് എനിക്ക് കാര്യത്തിൽ പറയാനുള്ളത്.